നാളെയാണ് ഓർത്തഡോക്സ് സഭയുടെ തീറ്റ മത്സരം. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ 5 സ്റ്റാർ ഹോട്ടലിലാണ് തീറ്റ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തീറ്റയ്ക്ക് മുമ്പും കഴിഞ്ഞും വേണമെന്നുള്ളവർക്ക് ലഹരിയും കിട്ടും. അതിനാണ് മുന്തിയ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ തീറ്റ ഒരുക്കിയത്. തീറ്റയ്ക്ക് മുമ്പ് രണ്ടെണ്ണം അടിക്കുന്നതാ ദഹനത്തിന് നല്ലത്. കേരളത്തിലെ ഏറ്റവും ചിലവേറിയ ആഡംബര ഹോട്ടൽ തന്നെ ആഘോഷത്തിന് തിരഞ്ഞെടുത്തത് അതിനാണ്. ലക്ഷങ്ങളാണ് തീറ്റയ്ക്കും കുടിക്കുമായി വകയിരുത്തിയിരിക്കുന്നത്. പൗരപ്രമുഖർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതായത് പ്രധാനമായും രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് സഭയിലെ പ്രമുഖർക്കും മാത്രം. സഭാ നേതൃത്വത്തിന്റെ ഈ ഭരണസമിതിയുടെ കാലാവധി തീരാൻ ഇനി 1 വർഷം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് 3 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറിക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് തരപ്പെടുത്തണം. അതിനായി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ പാട്ടിലാക്കാനാണ് ഈ തീറ്റ മത്സരം. ഏത് പാർട്ടിയായാലും വേണ്ടില്ല, മത്സരിക്കാൻ സീറ്റ് മതി. UDF നേതാക്കളുടെ തിണ്ണ നിരങ്ങി നിക്കർ കീറിയപ്പോഴാണ് ഇടതുപക്ഷ നേതാക്കളുടെ അടുക്കള വാതുക്കൽ കയറിയിറങ്ങാൻ തുടങ്ങിയത്. അവിടെയും പ്രതീക്ഷ കിട്ടാതെ വന്നപ്പോൾ BJPയുടെ ആസനം താങ്ങാൻ തുടങ്ങി. അവിടെയും ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോഴാണ് എല്ലാവരെയും കൂട്ടി ഒരു തീറ്റ മത്സരം ഒരുക്കിയത്. തീറ്റയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും പച്ചക്കൊടി കാണിക്കുമെന്ന വിശ്വാസം മാത്രമല്ല, സഭാ അധ്യക്ഷനെ കൊണ്ട് ശുപാർശ ചെയ്യുകയും ചെയ്യാം. ഓസിന് കിട്ടിയാൽ ആസിഡം കുടിക്കുന്ന ഇത്തൽ കണ്ണികളെ വെച്ച് പല നേതാക്കളോടും ശുപാർശകളും നടത്തി കഴിഞ്ഞു. ഈ തീറ്റ മത്സരം നടത്തുന്നത് തന്നെ സഭയുടെ കാശ് കൊണ്ടാണ്. വിധവയുടെ ചില്ലിക്കാശും ഭിക്ഷക്കാരന്റെ നേർച്ചയും കൂലിപ്പണിക്കാരന്റെ കാണിക്കയും ഒക്കെ എടുത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ വിരുന്നൊരുക്കാൻ ലജ്ജയില്ലേ സഭാധ്യക്ഷനും നേതൃത്വത്തിനും? മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്നവന്റെയും പനയിൽ കയറുന്നവന്റെയും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കുന്ന കൺസ്ട്രക്ഷൻ പണിക്കാരുടെയും ചില്ലറ തൊട്ടുകൾക്ക് വിയർപ്പിന്റെ മണം കാണും. വിയർക്കാത്ത കാശ് തോന്നിയതുപോലെ ചിലവാക്കാൻ ഒരു മടിയുമില്ല. എത്ര ലക്ഷം മുടക്കിയാലാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വിരുന്നൊരുക്കാൻ പറ്റുന്നത്? ചോദിക്കാനും തടയാനും നട്ടലുള്ള ഒരുത്തനും ഈ സഭയിലില്ല. എല്ലാം ഏറൻ മുളികൾ തന്നെ. പണ്ട് ലേലം സിനിമയിൽ സോമൻ പറഞ്ഞതുപോലെ അന്യൻ വീർത്ത കാശുകൊണ്ട് അപ്പം തിന്ന് കോണ്ടാസയിൽ കറങ്ങുന്നവർ സഭയിൽ തന്നെ എത്രയോ പാവങ്ങൾ ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വകയില്ലാതെ കരയുന്നു. കണ്ണില്ലാത്ത പൊട്ടക്കണ്ണന്മാർ അല്പം ഉളുപ്പില്ലാതെ പോയല്ലോ. പണ്ടുള്ള നേതൃത്വങ്ങളൊന്നും ഇങ്ങനെ ഭണ്ഡാരപ്പണം ധൂർത്തടിച്ചിട്ടില്ല. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവരായിരുന്നു അന്ന് നേതൃത്വത്തിലുണ്ടായിരുന്നത്. അല്ലാതെ ഇതുപോലുള്ള ഇരപ്പാളികളല്ലായിരുന്നു. ഇരന്നു തിന്നുന്നതിനെ തുരന്തിരുന്ന ത്രിമൂർത്തികളായ സ്ഥാനികൾ. കഷ്ടം. ഇവനെയൊക്കെ അടിച്ചിറക്കി ചാണകപ്പാൽ കുടയണം, എങ്കിലേ സഭ രക്ഷപ്പെടും. ഇവന്മാരുടെ അവസാന നാടകമാണിത്. ഇനി ഇവന്മാരൊന്നും ദേവലോകത്തിന്റെ പടി കാണില്ല. ഇവനൊക്കെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചവർ ഇപ്പോൾ വിലപിക്കുകയാണ്. ഇതുപോലെയുള്ള ഇതാസുകളാണല്ലോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്ന്.